Dears, welcome back to RKNX. So, ഓണം എക്സാം ഉണ്ടോ ഇല്ലയോ എന്നുള്ള വളരെ വലിയ കൺഫ്യൂഷനിലാണ് എല്ലാ കുഞ്ഞുങ്ങളല്ലേ. ഒരുപാട് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നമ്മുടെ വിദ്യാഭ്യാസ കലണ്ടർ അനുസരിച്ച് ഓണം എക്സാം ഉണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഓണം എക്സാം ഇല്ല, അതിന് പകരം ഒരു എക്സാമേ ഉണ്ടാവൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും എഡ്യൂക്കേഷണൽ കലണ്ടർ അനുസരിച്ച് നിങ്ങൾക്ക് ഓണം എക്സാമിന്റെ ഡേറ്റ് വന്നിരിക്കുകയാണ്. ഇല്ല എന്നുള്ള ഒരു കൺഫർമേഷൻ വന്നിട്ടൊന്നുമില്ല വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്നോ അങ്ങനെ ഒന്നും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഓണം എക്സാം ഇല്ല എന്നുള്ള ഒരു കാര്യമൊന്നും വന്നിട്ടില്ല. എനിക്ക് സ്കൂൾ വൈസ് എന്തായാലും നടത്തും. അപ്പൊ ഒഫീഷ്യലി തന്നെ ഇങ്ങനെ ഒരു സാധനം വന്നിരിക്കുന്ന സ്ഥിതിക്ക് അതുമല്ല മക്കൾ ചിന്തിക്കേണ്ട എങ്ങനെയാണ് നിങ്ങൾക്ക് പഠിക്കാനും യൂസ്ഫുൾ ഓണം എക്സാം ഉണ്ടാവുന്നല്ലേ. ഒരു എക്സാം അതിനുള്ളിലുണ്ടെങ്കിൽ ആ ടോപ്പിക് മുഴുവനായിട്ട് നമ്മൾ പഠിച്ചു കഴിയും. പിന്നെ നമുക്ക് ഹാഫ് ഇയർലി ആകുമ്പോഴത്തേക്ക് നമ്മൾ ഓൾമോസ്റ്റ് ടോപ്പിക് കഴിയില്ലേ, അപ്പൊ നമ്മൾ പ്രിപ്പയർ ആയിരിക്കും. അവർ എഴുതുന്ന ആദ്യത്തെ എക്സാം ആണ്. അപ്പൊ നിങ്ങൾ പബ്ലിക് എക്സാമിന് വലിയ പരീക്ഷയ്ക്ക് എങ്ങനെയാണോ പഠിക്കുക അതേപോലെ പഠിച്ചു തുടങ്ങുക ഇനിയുള്ള ഓരോ പരീക്ഷയും. എന്നാൽ മാത്രമേ ഫുൾ A+ നേടാൻ പറ്റൂ. അതുപോലെ മക്കളെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ മാറിയത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട്, ചിലരെ കുറച്ചെങ്കിലും കുട്ടികൾ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതൊന്നും വെറീഡ് ആവണ്ട. നമ്മളെ ചാനൽ കോണ്ടന്റ് വീഡിയോസ് വരുന്നുണ്ട്. ഒരു ഹാപ്പി ന്യൂസ് നിങ്ങൾക്ക് പറയണം. അതായത് നമ്മളുടെ ചാനലില് ഓരോ സബ്ജക്റ്റിനും മാത്സിനും ഫിസിക്സിനും കെമിസ്ട്രിക്കും ബയോളജിക്കും ഒക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് ഓരോ ചാപ്റ്ററിലെയും ഓരോ പേജിലെയും ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് നമ്മൾ കോണ്ടന്റ് വീഡിയോ ആയിട്ട് തരാൻ പോവാ. ഇപ്പൊ മാത്സിലെ പേജ് നമ്പർ 8, 9, 10 അങ്ങനെ തന്നെ ഓരോ ടെക്സ്റ്റ് ബുക്കിൽ ടെക്സ്റ്റ് ബുക്ക് തുറന്ന് വെച്ചിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുക. ഓരോ ടെക്സ്റ്റ് ബുക്കിനെയും ഓരോ പേജ് എടുത്ത് വെച്ചിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുക. അതിലെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് ക്ലിയർ ആയിട്ട് പഠിപ്പിച്ചു തരും. അപ്പൊ എല്ലാവരും സെറ്റ് ആയിരിക്കും. റെഡി അല്ലേ? ഓക്കെ. അപ്പൊ എക്സാം നടക്കുന്നത് നിലവിൽ നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച്, ഒഫീഷ്യൽ ആയിട്ട് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് ഓഗസ്റ്റ് 20 മുതൽ 27 വരെയാണ് ഹൈസ്കൂളുകാർക്ക് എക്സാം നടക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു വളരെ കുറഞ്ഞ ദിവസം മാത്രമേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ഒരു ദിവസം 2 എക്സാം വരെ ഉള്ള സാധ്യത നിങ്ങൾ മുന്നിൽ കാണണം. ഉറപ്പായും ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ 2 എക്സാം, ഒരു ദിവസം അല്ല 20 മുതൽ 27 വരെ എന്ന് പറയുമ്പോൾ അത്ര ദിവസമേ ഉള്ളൂ. 9 എക്സാം നിങ്ങൾക്ക് എഴുതാനുണ്ട്. എന്തായാലും ഒരു ദിവസം 2 എക്സാം എക്സ്പെക്ട് ചെയ്യണം. കുഞ്ഞുമക്കളെ അതാ പറയുന്നത്, ശ്രദ്ധിച്ച് ഇപ്പോഴേ മക്കൾ എന്ത് ചെയ്യണം, ശ്രദ്ധിച്ച് പഠിക്കണം. SSLC ആണ് നിങ്ങളെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഒരു എക്സാം ആണ് നിങ്ങൾ എഴുതാൻ പോകുന്നത് അല്ലേ. ശ്രദ്ധിച്ച് പഠിക്കുക. അതേപോലെ 29-ാം തീയതിയാണ് നിങ്ങൾക്ക് സ്കൂൾ ക്ലോസ് ചെയ്യാം. എന്നിട്ട് സെപ്റ്റംബർ 8-നായിരിക്കും സ്കൂള് ഓണാവധി ഒക്കെ കഴിഞ്ഞ് ഓപ്പൺ ചെയ്യുക. 29-ാം തീയതി നമ്മൾ ഓണം ആഘോഷിക്കും അല്ലേ. 29-ാം തീയതി നമ്മൾ ഓണം ആഘോഷിക്കും. ഞങ്ങളോടൊപ്പം അതുമല്ല, ആൻസർ ഷീറ്റ് കയ്യിൽ കിട്ടുമ്പോൾ പേടിയില്ലാണ്ട് നിങ്ങൾക്ക് ഓണം വെക്കേഷൻ അടിച്ചു പൊളിക്കണമെങ്കിൽ ഏറ്റവും അടിപൊളിയായിട്ട് കുഞ്ഞുങ്ങളെ എക്സാം എഴുതണം. അതിനുവേണ്ടി ഏറ്റവും നന്നായിട്ട് ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക. ഒരു ദിവസം 2 എക്സാം ഒക്കെ എക്സ്പെക്ട് ചെയ്ത് ടെക്സ്റ്റ് ബുക്ക് മാക്സിമം യൂസ് ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ മാക്സിമം യൂസ് ചെയ്യുക. ഇനിയുള്ള എക്സാമുകളൊക്കെ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് തന്നെ പറയുന്നത്. PYQ വിട്ടുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എക്സാം പോവുക. കെമിസ്ട്രി ഒക്കെ മാറിയിട്ടുണ്ട്, നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിച്ചാലൊന്നും നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റില്ല. ഓർഗാനിക്കിൽ തന്നെ നിങ്ങൾ +1 പഠിക്കുന്ന ബ്രാഞ്ച് നോമൻക്ലേച്ചർ ഓഫ് ബ്രാഞ്ച് ചെയിൻ ഹൈഡ്രോ കാർബൺ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ ശ്രദ്ധിച്ചിരുന്ന് പഠിക്കാൻ ഒന്നും പേടിക്കണ്ട, ഞങ്ങളുണ്ടാവും അല്ലെ, സെറ്റ് ആയി തരാം. റെഡി? Bye. Bye.